ഡിന്നി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നിർണായകമായ ചില വിവരങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സോണാർ സിഗ്നൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് ലോറി ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മന്ത്രിയുടെ ട്വീറ്റ് കൂടി വരികയാണ്. എങ്ങനെയാണ് താങ്കൾ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻപുട്ട് എന്നാണ്. അതിനകത്ത് പ്രത്യേകിച്ച് റവന്യൂ മന്ത്രിയുടെ ആ ട്വീറ്റാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ ട്രക്ക് നദിയുടെ ഉള്ളിലാണ് കണ്ടെത്തി എന്നാണ് ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളത്. രണ്ടാമതായിട്ട് നേവി കോസ്റ്റ് ഗാർഡിന് ചേർന്ന് അതിനെ റിട്രീവ് ചെയ്ത് പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പം ഈ ബൂം എക്സ്കവേറ്റർ വെച്ച് ചെയ്യുന്നത് അതിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഭാഗത്തിന്റെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള നിലയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാം. അപ്പൊ തീർച്ചയായിട്ടും ഇനി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ട്രക്കിന്റെ ഉള്ളിൽ എത്രമാത്രം സാധനങ്ങൾ വന്ന് അല്ലെങ്കിൽ ഈ ഡബ്രി എന്ന് പറയുന്ന സാധനങ്ങൾ വന്ന് അടിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതെല്ലാം മാറ്റിയിട്ട് മാത്രമേ നമുക്ക് ഇതിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കൂ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഓപ്പറേഷൻ അത്ര ഈസി ആയിരിക്കത്തില്ല. പക്ഷെ ഡെഫിനറ്റ്ലി അതിന്റെ ലൊക്കേഷൻ കിട്ടിയ സ്ഥിതിക്ക് നേവി അതിന്റെ വേണ്ട നടപടി സ്വീകരിച്ചുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ കരയിലോട്ട് കൊണ്ടുവരാനുള്ള നടപടി എടുക്കും തന്നെയാണ് നമുക്കിപ്പം പറയാൻ സാധിക്കുക. തീർച്ചയായും കേണൽ, ഇവിടെ ഇപ്പോ നമ്മുടെ യൂട്യൂബിന് താഴെയൊക്കെ ഉള്ള പ്രതികരണങ്ങൾ നോക്കിയാൽ ആളുകൾ പറയുന്നു ആദ്യം കർണാടക നീങ്ങിയത് ശരിയായ ദിശയിലായിരുന്നു, അവർ പുഴയിൽ ഉണ്ട് എന്ന നിഗമനത്തിൽ അവിടെ സെർച്ചിനായിരുന്നു പോയത്. പക്ഷേ നമ്മളുടെ നിർബന്ധമാണ് കരയിൽ തെരച്ചിലിന് വേണ്ടി ദിവസങ്ങൾ പാഴാക്കിയത് എന്നാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങളോട് താങ്കൾ എന്താണ് പറയുന്നത്? നമുക്കിപ്പം അങ്ങനത്തെ ഉള്ള പ്രതികരണത്തിൽ ബിക്കോസ് ഇപ്പോഴും ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ തെറ്റ് വീണ്ടും നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും അതിന്റെ ഇപ്പോഴത്തെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള രീതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ആ സമയത്തും ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകൾക്ക് വിട്ടുകൊടുക്കണമായിരുന്നു. അപ്പോൾ നമ്മള് പക്ഷെ ഡെഫിനറ്റ്ലി 2 ദിവസം അവരുടെ ഒരു അത്ര വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളൊരു വാസ്തവം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിന്നുള്ള പ്രഷർ കാരണമാണ് അത് കഴിഞ്ഞിട്ട് അവിടെ മുന്നോട്ട് പോയത് എന്നുള്ളതും നമുക്കറിയാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ ഡിസിഷൻസിന്റെയും അവരുടെ അനാലിസിസും, കാരണം അവരാണ് ഏറ്റവും ഫൈനൽ അതോറിറ്റി. അപ്പൊ അവരെന്ത് ചെയ്യുന്നു ആ രീതിയിലേക്ക് പോകണമായിരുന്നു എന്നാണ് ഞാൻ അപ്പോഴും പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം നമ്മൾ മറ്റുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നവർക്ക് അത് വലിയൊരു തടസ്സം തന്നെയാണ്. അത് മുൻപ് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലും നമ്മൾ ഒരിക്കലും പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസിന് എത്രമാത്രം കുറയ്ക്കുക, അത്രമാത്രം ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ സക്സസ്ഫുൾ കിട്ടാൻ സാധ്യത അത്രയും കൂടും. തീർച്ചയായും വളരെ നന്ദി കേണൽ ഡിന്നി, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും നിർണായകമായ വിവരങ്ങൾ, ഏതാണ്ട് ഔദ്യോഗിക സ്ഥിരീകരണം എന്ന് തന്നെ പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കർണാടക റവന്യൂ മന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നു ഒരു ലോറി കണ്ടെത്തി എന്ന തരത്തിൽ. അത് അർജുന്റേതാണോ എന്ന സ്ഥിരീകരണമാണ് ആവശ്യം. എൽദോ